ഹലോ ഗായ്സ്, വെൽക്കം ടു ഫ്യൂച്ചർ ലോഗ്സ്. ഇന്നൊരു സ്നാക്ക് റെസിപ്പി പരിചയപ്പെടാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടപ്പാലടയാണ്. അതിനോട് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയാൻ പോകുന്നത്. ആദ്യം അതിന് എടുക്കേണ്ടത് 1/4 കപ്പ് മൈദമാവ്, 250 ഗ്രാം എന്ന് പറയാം. അപ്പോൾ ഈ 1/4 കപ്പ് മൈദൻ്റെ കൂടെ മുട്ടപ്പാലടയായതുകൊണ്ട് മുട്ട മസ്റ്റാണല്ലോ. അപ്പോൾ നമുക്ക് മുട്ട അതിലേക്ക് നേരിട്ട് പൊട്ടിച്ചൊഴിക്കാം. ഈ മൈദയിലേക്ക് തന്നെ നേരിട്ട് പൊട്ടിച്ചൊഴിച്ചാൽ മതി. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുട്ടയായാലും കുഴപ്പമൊന്നുമില്ല. മുട്ട ഒഴിച്ചാൽ കുറച്ചും കൂടെ ഒരു സ്മൂത്തായി കിട്ടും. മുട്ട ഇട്ട ശേഷം നമുക്കിനി അടുത്തതായിട്ട് കുറച്ച് ഉപ്പാണ് വേണ്ടത്. ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ടാൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഉപ്പിന് ശേഷം നമുക്ക് അത്യാവശ്യം മൈദയ്ക്ക് കുറച്ച് മാവിന് മധുരം വേണമല്ലോ. അപ്പോൾ മധുരത്തിനായിട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു കരണ്ടി എടുത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ചായിട്ട് വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി. മൊത്തത്തിൽ ഒരുമിച്ച് ഒഴിക്കുന്നത് നല്ലതല്ല, നമുക്ക് അതിൻ്റെ ഒരു പാകം കിട്ടില്ല. അപ്പോൾ കുറച്ചായിട്ട് ഇളക്കി കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട്. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. നമുക്ക് അത് വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് ആർട്ടിഫിഷ്യൽ കളറാണ്. നമുക്ക് അതിനായിട്ട് യെല്ലോ കളർ ഉണ്ടാവുമല്ലോ, അപ്പോൾ യെല്ലോ കളറിൻ്റെ പൊടി ചെറുതായിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര നല്ല കളർ കിട്ടും. അപ്പോൾ അതിൽ കുറച്ച് മാത്രം ഒഴിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കളറ്, ഒരു ഭംഗിയുള്ള കളറ് കിട്ടും. മുട്ടപ്പാലട നല്ല ചന്തത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിന് പകരം മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഭംഗിയാവട്ടെ എന്ന് വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ കളർ ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് പാൻ ചൂടാക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് വട്ടത്തിലൊന്ന് ചുറ്റി കൊടുക്കണം. ഇങ്ങനെ നല്ല റൗണ്ടിൽ വരണം. ഇങ്ങനെ റൗണ്ടിൽ വന്ന ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കണം. അങ്ങനെ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചതിന് ശേഷം അത് തുറന്ന് നമുക്കൊരു ചെറിയൊരു മരത്തവ കൊണ്ട് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വിതറുക. അതിൽ കൂടെ തന്നെ കുറച്ച് മധുരത്തിനായിട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ വൃത്തിയായിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടപ്പാലട റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.